5 വർഷത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ ചെയ്യുന്ന വോട്ടെടുപ്പിൽ മാത്രമാണോ ജനാധിപത്യം? ബാക്കിയെടുക്കുന്ന തീരുമാനങ്ങളിൽ എവിടെയാണ് ജനാധിപത്യം? കൂട്ടായ തീരുമാനമുണ്ടോ? എല്ലാവരും 20 മന്ത്രിമാരുണ്ടെങ്കിൽ ആ മന്ത്രിമാർ അപ്രസക്തമായിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ എല്ലാത്തിൻ്റെയും കാരണഭൂതനായി നിൽക്കുന്നത് പോലെ കേരളത്തിൽ ചിത്രീകരിക്കുന്നത്, അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ ചിത്രീകരിച്ച് വരുന്നു. ഇരട്ടച്ചങ്കനെന്നും അതുപോലെ പരിവർത്തനവാദിയെന്നും നവോത്ഥനവാദിയെന്നും അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലുള്ള കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങളിലൂടെ ഒരു വ്യക്തി പൂജ കേരളത്തിലുണ്ടോ? അത് ഗൗരവമായ ഒരു വിഷയമാണ്. ക്യാപ്റ്റൻ എന്ന് വി.ഡി. സതീശനെ പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റൻ ഒന്നുമല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞത് അതൊരു ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടെ ഉള്ളത് കൊണ്ടാണോ എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ കയറി വന്നാൽ ബാക്കിയുള്ളവർ വെട്ടുമോ എന്ന ഭയം, അല്ലാതെ ഏകഛത്രാധിപതിയായി കോൺഗ്രസിൽ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ കെ മുരളീധരനോ സണ്ണി ജോസഫിനോ ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെയും വ്യക്തിപൂജ ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജനാധിപത്യം എവിടെ? ജനാധിപത്യത്തിന് പകരം ഏകാധിപത്യത്തിലേക്കല്ലേ നമ്മൾ ചലിക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെയോ ഭരണകൂടങ്ങളെയോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകളെയോ അത് തുടർച്ചയായി തിരഞ്ഞെടുത്താലും, മോഡിയെയും തുടർച്ചയായി തിരഞ്ഞെടുത്തു, ഇവിടെ പിണറായി വിജയനെയും തുടർച്ചയായി തിരഞ്ഞെടുത്തു, അങ്ങനെ തുടർച്ചയായി തിരഞ്ഞെടുത്താലും ഇനി ശ്രീ പിണറായി വിജയൻ 3-ാം ഊഴം കിട്ടിയാലും LDFന് കിട്ടിയാലും പിന്നെ നരേന്ദ്രമോദി 47 വരെ ഭരിക്കും, വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ അതുവരെ ഭരിച്ചാലൊന്നുമല്ല വിഷയം. നമ്മുടെ വിഷയം വളരെ വളരെ കൃത്യമാണ്. നമ്മുടെ ചോദ്യം, നമ്മുടെ വിഷയം ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് മുകളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടമാണോ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പുറത്ത് ജനങ്ങളുടെ മേലിൽ കുതിര കയറുന്ന ഏകഛത്രാധിപതികളുടേതാണോ